Hi, dear students. Welcome all to the next session of our business information system. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ബാക്കി തന്നെയാണ്. ലാസ്റ്റ് ഡേ നമ്മൾ ബിസിനസ് ഇൻഫോർമേഷൻ സിസ്റ്റം അതിൽ MIS മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്, അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ സ്ട്രക്ചർ MIS സ്ട്രക്ചറിനെ പലരും വ്യൂ ചെയ്തത് വെറൈറ്റി വേസിലാണ്. ദർ ആർ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ തന്നെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു 4 ടൈപ്പ് സ്ട്രക്ചറൽ അപ്രോച്ചസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു സ്ട്രക്ചറൽ അപ്രോച്ചസാണ് ഇന്ന് പഠിക്കുന്നത്. പ്രധാനമായിട്ടും 4 തരം സ്ട്രക്ചറൽ അപ്രോച്ചസ് ഉണ്ട് MISന്. ഫസ്റ്റ് ഓഫ് ഓൾ ആ 4 സ്ട്രക്ചർ ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. First one, MIS structure based on operating elements. Operating elements എന്ന് പറഞ്ഞാൽ നമുക്കറിയാം there are various elements that is necessary for the operation of MIS. That is operating elements. ഒരു MIS വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ആവശ്യമുണ്ട്. ആ എലമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. നെക്സ്റ്റ് വൺ, MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിസിഷൻസ് തയ്യാറാക്കാനുണ്ട്. അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള MIS സ്ട്രക്ചറാണ് സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ, MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഇസ് പ്ലാനിങ്, ഓർഗനൈസിങ് തുടങ്ങിയ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ ബേസിൽ MIS സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, MIS structure based on organizational function. There are a lot of organizational functions such as marketing, finance, accounting. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കിയ ദാറ്റ് ഈസ് MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്. സോ മെയിൻലി ദർ ആർ 4 approaches to the MIS structure. First one is MIS structure based on operating elements, and then second one is based on decision making, and next one based on management activity, and the last one based on organizational functions. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് the MIS structure based on operating elements. So next one, MIS structure based on operating elements. സോ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. MIS എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അത് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോഴാണ് ദാറ്റ് ഈസ് MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. സോ എന്തൊക്കെയാണ് ഈ MIS സ്ട്രക്ചർ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് പ്രോസസ്സിംഗ് ഫങ്ഷൻസ്, ദെൻ ഫിസിക്കൽ കമ്പോണൻറ്റ്സ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സ്. അപ്പോൾ ഇതാണ് MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. ഫിസിക്കൽ കമ്പോണൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം. ദെൻ അതിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, അത് യൂസേഴ്സിന് ഔട്ട്പുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. ഇനി ഇതിൽ ഒരുപാട് സബ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്താണ് നമുക്ക് ഫിസിക്കൽ കമ്പോണൻസ് എന്ന് ആദ്യം നോക്കാം. സോ വാട്ട് ആർ ദി ഫിസിക്കൽ കമ്പോണൻസ്? എന്തൊക്കെയാണ് ഒരു MISൽ ഒരു സ്ഥാപനത്തിൽ ഒരു MIS ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ട് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതായതുകൊണ്ട് ഇനി പറയുന്നില്ല. ഡാറ്റാബേസ്, ദെൻ പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ രീതിയാണെന്ന് പറയുക പ്രോസസ്സ് ഓർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എങ്ങനെയാണത് ഫങ്ഷൻ ചെയ്യുന്നത് MIS, ദാറ്റ് ഈസ് പ്രൊസീജിയർ. ദെൻ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ, ഇത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ട ആളുകൾ വേണം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് വേണം, വെബ്സൈറ്റ് ഡിസൈനേഴ്സ് വേണം, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പേഴ്സണൽ. അപ്പോൾ ഇതാണ് ഇതിലെ ഫിസിക്കലായിട്ടുള്ള കമ്പോണൻസ്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MIS സ്ട്രക്ചർ. അതിൽ ഒന്നാമത്തെ MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ് ആണ്. ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സിൽ 3 കാര്യങ്ങളാണ് വരുന്നത്: ഫിസിക്കൽ കമ്പോണൻസ്, ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സ്, പ്രോസസ്സിംഗ് ഫങ്ഷൻസ്. അതിൽ ഫിസിക്കൽ കമ്പോണൻസ് ആണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, പ്രൊസീജിയർ, ഓപ്പറേറ്റിംഗ് പേഴ്സണൽ. ആൻഡ് സെക്കൻഡ് വൺ പ്രോസസ്സിംഗ് ഫങ്ഷൻ. അതിൽ പ്രോസസ്സിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? അത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫിസിക്കൽ കമ്പോണൻസ് കൊണ്ട് നമുക്ക് ഡാറ്റയെ ഒരിക്കലും ഇൻഫോർമേഷൻ ആക്കാൻ പറ്റില്ല. ആ ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ത്രൂ പ്രോസസ്സിംഗ് ഫങ്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് ഫങ്ഷൻ? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സിംഗ് ഫങ്ഷൻ ഇൻ MIS? ഫസ്റ്റ് വൺ, പ്രോസസ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വ്യക്തി ഒരു
ഓർഡർ കൊടുക്കുമ്പോൾ ആ ഡാറ്റ അല്ലെങ്കിൽ ഒരാൾക്ക് ആവശ്യമുള്ള ഡാറ്റ റെക്കോർഡുകളും ഫയലുകളൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നു. സോ ബിസിനസ്സിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻസ്, പർച്ചേസ്, സെയിൽസ്, വിഡ്രോവൽസ്, പേയ്മെൻറ്റ്സ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ് ട്രാൻസാക്ഷൻസ്. ദെൻ മെയിൻറ്റെയിൻ മാസ്റ്റർ ഫയൽസ്. ഈ പ്രോസസ്സിങ് ആക്ടിവിറ്റീസിന് എന്താവശ്യമാണ്? ദേ റിക്വയർ ക്രിയേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മാസ്റ്റർ ഫയൽസ്. മാസ്റ്റർ ഫയൽസ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലെഡ്ജറാണ്. ഇത് പ്രകാരമാണ് ഓരോ ഡാറ്റയും പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഫുൾ ഡാറ്റ, അവരുടെ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇങ്ങനെ, അല്ലെങ്കിൽ സെയിൽസ് ലെഡ്ജറിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാസ്റ്റർ ഫയൽസ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡ്യൂസ് റിപ്പോർട്ട്സ്. ഓരോ ഡിസിഷൻ മേക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രോസസ്സിങ് ഫംഗ്ഷനിൽ പെട്ടതാണ്. ദെൻ പ്രോസസ് എൻക്വയറീസ്. ഒരുപാട് എൻക്വയറീസ് വരും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്. അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് അതിനനുസരിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ബാങ്കിലാണെങ്കിൽ ഒരു ഡെപ്റ്റർ ഒരു എൻക്വയറി നടത്തി, എനിക്ക് എത്ര ബാലൻസ് ഉണ്ട്. സോ അതിനനുസരിച്ച് എൻക്വയറീസ് വിത്തിൻ നോ ടൈം, അതായത് സമയം കളയാതെ തന്നെ അപ്പോൾ തന്നെ അതിനുള്ള റിസൾട്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ആ സിസ്റ്റത്തിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ഫോണിൽ ആ ഒരു നമ്മുടെ ബാലൻസ് എത്ര ചെക്ക് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ഡാറ്റ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ് എൻക്വയറീസ് നല്ലൊരു MISലൂടെ ചെയ്യാൻ പറ്റും. സോ പ്രോസസ്സിങ് ഫങ്ഷൻസ്. ദെൻ പ്രോസസ് ഇൻറ്ററാക്റ്റീവ് സപ്പോർട്ട് ആപ്ലിക്കേഷൻസ്. ഇതുപോലെ തന്നെ യൂസേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ട് ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസസ്സിങ് ഫങ്ഷൻസിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. സോ ഫസ്റ്റ് വൺ ഫിസിക്കൽ കമ്പോണൻസ്, സെക്കൻഡ് വൺ പ്രോസസ്സിങ് ഫങ്ഷൻസ്. പ്രോസസ്സിങ് ഫങ്ഷനിൽ ട്രാൻസാക്ഷൻസ്, സെയിൽസ്, പർച്ചേസ് തുടങ്ങിയ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുക. മാസ്റ്റർ ഫയൽസുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ ബേസിലാണ് ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ സമയത്തിന് വരുന്ന എൻക്വയറീസ് പ്രോസസ്സ് ചെയ്യുക. ദെൻ പ്രോസസ് ഇൻട്രാക്റ്റീവ് സപ്പോർട്ട് ആപ്ലിക്കേഷൻസ്. ഇൻട്രാക്റ്റീവായ പുതിയ ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് പ്രോസസ്സിങ് ഫങ്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ, മൂന്നാമത്തെ നമ്മുടെ MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ കോമ്പോണൻസ്, സെക്കൻഡ് വൺ പ്രോസസ്സിങ് ഫങ്ഷൻ, ആൻഡ് തേർഡ് വൺ ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സ്. ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സിൽ വരുന്ന കാര്യങ്ങൾ, യൂസേഴ്സിന് എങ്ങനെയാണ് ആ റിസൾട്ട് കിട്ടുന്നത്, എങ്ങനെയാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സ്. സോ ഫസ്റ്റ് വൺ ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ്. ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്തു, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, ആ ഡോക്യുമെൻറ്റ്സിനെയാണ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജായ പ്രോസസ്സിങ്ങിൽ വെച്ച് പലതരം ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുന്ന ആ ഡോക്യുമെൻറ്റുകളെയാണ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ട് ചെയ്ത് വരുന്ന ഡോക്യുമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ അവിടുത്തെ പർച്ചേസ് ഓർഡറുകൾ, സെയിൽസ് റിപ്പോർട്ടുകൾ, സെയിൽസ് ഇൻവോയ്സുകൾ, എംപ്ലോയീസിൻ്റെ പേറോളുകൾ, ഇതൊക്കെ എന്താണ്? ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ പലതരം ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക. സെക്കൻഡ് വൺ പ്രീ പ്ലാൻഡ് റിപ്പോർട്ട്സ്. പ്രീ പ്ലാൻഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ചില റെക്കോർഡുകളൊക്കെ മുൻകൂട്ടി തന്നെ തയ്യാറാക്കാൻ പറ്റും, പ്രീ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. റെഗുലർ ഇൻ്റർവെല്ലിൽ ആവശ്യം വരുന്ന മുൻകൂട്ടി തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരുപാട് റെക്കോർഡുകളുണ്ട്. സോ ദാറ്റ് ഈസ് പ്രീ പ്ലാൻഡ് റിപ്പോർട്ടുകൾ. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് കൊടുക്കാവുന്ന രീതിയിൽ പ്രീ പ്ലാൻഡ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പറ്റും യൂസേഴ്സിന് വേണ്ടി. ദെൻ പ്രീ പ്ലാൻഡ് എൻക്വയറി റെസ്പോൺസസ്. ചില കാര്യങ്ങൾക്ക് റെസ്പോൺസുകൾ പ്രീ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. റെഗുലറായിട്ട് വരുന്ന എൻക്വയറികൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റെക്കോർഡഡ് ആയിട്ടുള്ള ആൻസേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇമെയിലൊക്കെ അയക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് നമുക്ക് മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു മെയിൽ വന്ന് അതിനുള്ള റിപ്ലൈ. ഇതുപോലെ പ്രീ പ്ലാൻഡ് എൻക്വയറി റെസ്പോൺസസ്. എൻക്വയറീസ് ഓൺലൈനായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ എൻക്വയറി എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്ന രീതിയിലുള്ള പ്രീ പ്ലാൻഡ് എൻക്വയറി റെസ്പോൺസസ് തയ്യാറാക്കുക. അഡ്ഹോക്ക് റിപ്പോർട്ട്സ് ആൻഡ് ഇൻക്വയറി റെസ്പോൺസസ്. അഡ്ഹോക്ക് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറഗുലറായിട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചില റിപ്പോർട്ടുകൾ റെഗുലറായിട്ട് തയ്യാറാക്കുന്നുണ്ടാവും, ചില റിപ്പോർട്ടുകളെ എപ്പോഴും ആവശ്യം വരില്ല. അങ്ങനെ പ്രീ പ്ലാൻഡായി തയ്യാറാക്കാൻ പറ്റില്ല, യുണീക്കായിരിക്കും. ചില സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ടാവും. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കലും ഇൻക്വയറി റെസ്പോൺസസും. ലാസ്റ്റ് വൺ യൂസർ മെഷീൻ ഡയലോഗ്. യൂസർ മെഷീൻ ഡയലോഗ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുകളെ എൻക്വയറിയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സൈറ്റ് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് യൂസർ മെഷീൻ ഡയലോഗ്. എങ്ങനെയാണ് ആ യൂസർ ആ ഒരു സിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്.
ആ ഒരു കാര്യമാണ് യൂസർ മെഷീൻ ഡയലോഗ് എന്ന് പറയുന്നത്. എപ്പോഴാണ് സൈറ്റ് പ്ലാനിങ് മോഡൽസ് പറഞ്ഞല്ലോ, പലതരം മോഡൽസ് ഉണ്ട് നമ്മുടെ MISൽ. ആ മോഡലിൻ്റെ സമയത്തൊക്കെ ചെയ്യുന്നതാണ് യൂസർ മെഷീൻ ഡയലോഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ MIS മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ അപ്രോച്ച്, MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. മെയിൻലി 3 components: physical components, processing functions and output for users. So thank you.